അബ്രോഡ് MBBS പഠിക്കുന്ന അല്ലെങ്കിൽ MBBS നോക്കുന്ന ഭൂരിഭാഗം കുട്ടികളുടെ ആഗ്രഹം MBBS പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ US-ലോ കാനഡയിലോ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ UK-ൽ പോയിട്ട് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ. എന്നാൽ അബ്രോഡ് പല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യങ്ങളിലൊന്നും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുക, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, എല്ലാവരും മുഴുവൻ കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഒരുപാട് കുട്ടികളാണ് നമ്മൾ വിളിക്കുന്നത് US-ലേക്ക് പോകാൻ പറ്റുന്നില്ല, കാനഡയിലേക്ക് പോകാൻ പറ്റില്ല, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇനി പോകുന്ന കുട്ടിയൊക്കെങ്കിലും ഈ ഒരു ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അബ്രോഡ് പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളുടെ ആഗ്രഹം പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിലും US-ൽ വർക്ക് ചെയ്യണമെങ്കിലും UK-ൽ വർക്ക് ചെയ്യണമെങ്കിലും എല്ലാം നമ്മളൊരു എക്സാം ക്ലിയർ ചെയ്യണം. ഓരോ രാജ്യത്തിനും ഓരോ എക്സാം ഉണ്ട്. അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു രാജ്യത്ത് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ FMG എന്ന് പറഞ്ഞുള്ള എക്സാമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇനി ഇത് മാറിയിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിലേക്ക് മാറാൻ പോകുന്നുണ്ട്. എന്തായാലും ഒരു എക്സാം നമ്മളിവിടെ ക്ലിയർ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ US-ലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് USMLE എന്ന് പറഞ്ഞുള്ള എക്സാമാണ് എഴുതേണ്ടത്. UK-ലേക്ക് പോവുകയാണെങ്കിൽ പ്ലാബ് എന്ന് പറഞ്ഞുള്ള എക്സാമാണ് എഴുതേണ്ടത്. ഇപ്പോൾ പ്ലാബ് മാറിയിട്ട് UKMLE ആകുമ്പോൾ എന്തായാലും ആ ഒരു എക്സാം നമ്മൾ എഴുതണം. അപ്പം നമുക്ക് ഈ എക്സാമുകളൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിക്കും അതുപോലെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സും കുറച്ച് എലിജിബിലിറ്റീസ് ഒക്കെ വേണം. അപ്പോൾ ഈ എലിജിബിലിറ്റീസ് ഫിക്സ് ചെയ്യുന്നത് അതാത് രാജ്യത്തിന്റെ മെഡിക്കൽ റെഗുലേറ്ററി ബോഡിയാണ്. അതായത് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡി. അപ്പോൾ ഇന്ത്യയിൽ FMG എക്സാം എഴുതണമെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ മെഡിക്കൽ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള NMC ആണ്. അതേപോലെ USMLE എഴുതണമെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റി വേണം എന്ന് തീരുമാനിക്കുന്നത് ECFMG. ഇനി പ്ലാബ് എക്സാം എഴുതാൻ എന്തൊക്കെ എലിജിബിലിറ്റി വേണം എന്ന് തീരുമാനിക്കുന്നത് GMC ആണ്, അതായത് ജനറൽ മെഡിക്കൽ കൗൺസിൽ. ഇനി നമുക്ക് ഈ ഓരോ രാജ്യങ്ങളിലും വർക്ക് ചെയ്യണമെങ്കിൽ ഈ റെഗുലേറ്ററി ബോഡികൾ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ ഗൈഡ് ലൈൻസ് പാലിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ എക്സാമുകളൊക്കെ എഴുതിയിട്ട് ആ ഒരു രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ NMC ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസ് പാലിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് FMGയോ നെക്സ്റ്റോ എഴുതിയിട്ട് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ US-ലേക്ക് നോക്കുകയാണെങ്കിൽ ECFMG അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് US-ന്റെ USMLE എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ UK-ലേക്ക് നോക്കുകയാണെങ്കിൽ UK-ൽ GMC ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ GMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് UK-ലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി പറയാനുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് 2024 ശേഷം ECFMGന്റെ കൂടെ WFME എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് USMLE എക്സാം എഴുതിയിട്ട് US-ലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ECFMG ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ടായി. പക്ഷേ 2024 ആയ സമയത്ത് ഈ ഒരു കാര്യം വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ECFMGക്ക് ഒരു മെയിൽ അയച്ചു. അതായത് WFME അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ USMLE എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇല്ലയോ എന്നുള്ള ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് WFME അക്രഡിറ്റേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലും USMLE എക്സാം എഴുതാൻ പറ്റും. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതേപോലെ അവരുടെ സ്പോൺസർ നോട്ടിൽ ECFMG ഉണ്ട് എന്നുള്ളത് കാണിക്കണം എന്നുള്ളതാണ്. അതായത് wdoms.org എന്ന് പറഞ്ഞാൽ WHO ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ wdoms.org ഈ ഒരു വെബ്സൈറ്റിൽ പോയ ശേഷം നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ആ ലിസ്റ്റിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കരുത്. ലോകത്ത് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആ ഒരു ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സ്പോൺസർ നോട്ട്സ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ECFMG ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു നോട്ട് കാണാൻ പറ്റും. അതല്ല അവിടെ കാലിയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും US-ലോ കാനഡയിലോ പോയിട്ട് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനും പറ്റില്ല. അതായത് WFME ഉള്ള യൂണിവേഴ്സിറ്റിയിലല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ECFMG അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയിലാണ്. അതായത് WDOMS-ന്റെ സൈറ്റിൽ സ്പോൺസർ നോട്ടിൽ ECFMG ഇല്ലേ, പിന്നെ ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കാരണം നമ്മൾ ഇത്രയും പൈസയും സമയമൊക്കെ ചിലവാക്കിയിട്ടാണ് MBBS പഠിക്കുന്നത്. പിന്നെ നമുക്ക് US-ലും കാനഡയിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിലൊക്കെ അങ്ങോട്ടേക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പിന്നെ പറ്റാതാവും. അപ്പോൾ പിന്നെ US-ലും കാനഡയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് WFME അക്രഡിറ്റേഷൻ ഉണ്ടാവും, പക്ഷേ ECFMG അക്രഡിറ്റേഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലും ഈ രാജ്യങ്ങളിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ WFME അക്രഡിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും WDOMS-ന്റെ സ്പോൺസർ നോട്ടിൽ ECFMG അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് പറയാനുള്ളത് UK-യുടെ കാര്യമാണ്. UK-ൽ GMC ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ അവർ പ്രധാനമായിട്ട് പറയുന്നത് ECFMG
വെരിഫിക്കേഷൻ വേണം എന്നുള്ളതാണ്. ഈ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് അക്രഡിറ്റേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അല്ല, വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സ്കാൻ ചെയ്തിട്ട് GMC അയച്ചു കൊടുക്കുക. അപ്പോൾ GMC ECFMGയുടെ എപ്പിക് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കും. എന്നിട്ട് യൂണിവേഴ്സിറ്റിന് ഇത് ജെനുവിൻ ആണോ, ഇതിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. ഇതിനാണ് ECFMG വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ECFMG വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ECFMG അക്രഡിറ്റേഷൻ വേണമെന്നില്ല. അതായത് UK പ്ലേബ് എക്സാം എഴുതി UK ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ECFMG അക്രഡിറ്റേഷനോ WFME അക്രഡിറ്റേഷനോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലും WDOMSന്റെ ലിസ്റ്റിൽ ആ യൂണിവേഴ്സിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ECFMG വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് പ്ലേബ് എക്സാം എഴുതി UK പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS നോക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യാതെ അഡ്മിഷൻ എടുക്കാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ എത്ര ചെറിയ ഡൗട്ട് ആണെങ്കിലും, നിങ്ങൾക്കിപ്പോൾ റൂൾസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഫീസിന്റെ കാര്യത്തിലോ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏത് സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ അബ്രോഡ് MBBS നോക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അബ്രോഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.